അല്ല ആരപ്പത് കഴിഞ്ഞു പോയ കാലം മൊത്തം മറന്നു കഴിഞ്ഞാലേ ചുണ്ടിന്റെ അടിയിൽ കൂള് വെക്കാൻ എന്തായാലും ചേച്ചി മറന്നിട്ടില്ല. ആ അതന്നെ രണാസുന. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എവിടെ നോക്കിയാലേ ഈ സുന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ സുനന്റെ കുറച്ച് തള്ളിമറിക്കലൊന്ന് കണ്ടാലോ? എന്നാ വരി. ഇത് നമ്മളെ പാച്ചാളം ബാസിയല്ലേ? ബാസി യു അഗൈൻ. അല്ല എന്തപ്പോ ഈ കോലത്തില്? കടൽപ്പുറത്താണോ ഒന്ന് ഷൂട്ട്? കരിഞ്ഞു പോവോ? ഞാൻ കരിയും മിക്കവാറും. എന്തോന്ന് കരിയുന്നോ? എന്തായാലും മാത്രം ഇനി കരിയാനുള്ളത്? ഇനിയിപ്പോ അതില് കരിയാനൊക്കെ ഉണ്ടോ? ഏകദേശം ആ പരുവത്തിൽ എത്തിക്കണു. ബാസി എന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോഴേ മറ്റേ കുട്ടികളെ ക്രീം തേക്കാന്? മനസ്സിലായില്ല? സൺക്രീം. സൺസ്ക്രീം അല്ലടാ, സ്ക്രീൻ അങ്ങനെ പറഞ്ഞു. എല്ലാം സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നമുക്ക് അയ്യോ സോറി, നമ്മക്ക് എന്റെ അത്രയൊന്നും ഇംഗ്ലീഷ് ഒന്നും പറയാൻ വയ്ക്കൂല. ആ അതൊക്കെ പോട്ടെ. എക്സ്ക്യൂസ് മീ, മാഡം ഏത് കോളേജിൽ നിന്നാ പുറത്താക്കി? അല്ല ഏത് കോളേജിലാ പഠിക്കണേ? യു മീൻ ഇംഗ്ലീഷ് മീഡിയം? ഏയ് ഒരിക്കലും ഇല്ല. ഇംഗ്ലീഷ് മീഡിയാന്ന് ചോദിച്ചതേ ഇന്റെ തെറ്റ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ വല്ല അമേരിക്കന്നേ ഇടിമിന്നലേറ്റിട്ടേ പെട്ടെന്ന് പൊട്ടിമുളച്ചതാന്ന് കരുതി. അല്ല ഇന്നെ കുറ്റം പറയാനും പറ്റൂല. ഏറ്റിയ പൊന്തത്തൊരു ഗ്ലാസും പിന്നെ ഓഞ്ഞൊരു എക്സ്പ്രഷനും പിന്നെ മുട്ടിന്റെ മുകളിൽ ആ ഡൊയറും അല്ല ആ ഉടുപ്പും ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല അമ്മായി അമേരിക്കന്ന് വന്നപ്പോഴേ പ്രത്യേകമായിട്ടൊന്നും കൊടുന്നില്ല? ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപ. ഏയ് അതാരും തെറ്റിദ്ധരിക്കരുതേ. അത് അമ്മായിന്റെ ഡ്രൈക്കാലിന്റെ വിലയല്ല പറഞ്ഞത്. അമ്മായി അമേരിക്കന്ന് വന്നപ്പോഴേ ഒരു ചെരുപ്പ് കൊടുന്നിക്കണു, അതിന്റെ വിലയാണ്. മിക്കവാറും അമ്മായി അമേരിക്കന്ന് കൊടുന്നതേ വിവാറായിരിക്കും. വിവാറിനാണല്ലോ ഇപ്പൊ 35,000. എന്നിട്ട് എവിടെ അമ്മായി ആ ചെരുപ്പ്? ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. 35,000 ചെരുപ്പ്. ഇത് വെറും വാറല്ലേ ഉള്ളൂ. ഇതിന്റെ വി എവിടെ? എന്നിട്ട് ഇതിന് 35,000? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ ജാസിക്ക് പഠിക്കാൻ നിൽക്കരുത്. ജാസിക്ക് പകരേ ജാസി മാത്രം മതി. എന്റെ ബലമായ സംശയേ ഇത് മറ്റേ ബാഹുബലിയിലെ ദേവസേന വലിപ്പല്ലായിട്ട് വലിച്ചെറിഞ്ഞ ചെരുപ്പാന്ന് തോന്നുന്നുണ്ട്. ഇതിന് 35,000 ഒന്നുമില്ല, 450 ഉറുപ്പി. ഇനിയിപ്പൊ കടക്കാരൻ്റെ അടുത്ത് വില പേശി കഴിഞ്ഞാലേ ഒരു 10-20 കമ്മിയാക്കും. അപ്പൊ ഒരു 430, അതിലേറെ വരൂല. ഇനിയിപ്പൊ അത്രയ്ക്ക് സംശയമുള്ള ആൾക്കാരാണെങ്കിലേ നേരെ കോഴിക്കോട് പോവുക. അവിടെ മുട്ടായി തെരുവുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലേ ഇത് കൂമ്പാരാക്കി ഇട്ടുക്കണു 450 എന്നിട്ട്. എന്നിട്ടാണ് രണസുന പറയണേ 35,000. എന്താ രണസുന തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ള്. ഇത് സത്യത്തിലേ ആരോ ഓസി കൊടുത്താണേ. ഇങ്ങനെ ഓസി കിട്ടണൊക്കെ വാങ്ങി വെക്കോ? തീർച്ചയായിട്ടും. ഇങ്ങനെ ആരെന്ത് ഓസിക്ക് വന്നു കഴിഞ്ഞാലേ നമ്മളൊരു കൂസലും ഇല്ലാണ്ട് ഇടുംല്ലേ? എന്താലേ എത്ര ഉളുപ്പില്ലാതെയാണ് ഇത്രയും വലിയ തള്ളിമറിക്കലൊക്കെ ഇങ്ങനെ തള്ളിമറിക്കാൻ സാധിക്കണേ. അല്ല ചേച്ചി, ഇപ്പൊ ആരാധകരെയും കൊണ്ടേ എവിടെയും തട്ടിമുട്ടിട്ടൊന്നും നടക്കാൻ പറ്റില്ല എന്ന് കേട്ടു. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, അന്റെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ആരാധന മൂത്ത് നടക്കണേ? മുഖത്തിനുണ്ട്, കണ്ണിനുണ്ട്, ചുണ്ടിനുണ്ട്, മൊത്തത്തിൽ ആരാധകരുണ്ട്. എടുത്തിട്ടില്ലടാ, സ്പെഷ്യലായിട്ട് പറഞ്ഞ കണ്ണു, കാല്. കൂടുതൽ ആൾക്കാർ എന്ത് കാണുമെന്നാ പറയുന്നത്? കാല്. ഏത് ദരിദ്രവാസികളാണ് അത്? ഇത്ര കഥം പതിച്ച നരമ്പന്മാരെ. അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്. ഇങ്ങനെയുണ്ടോ നരമ്പന്മാരെ? അല്ല ഈ ചെങ്ങായിമാർക്കേ ഇത്രക്ക് മുട്ടി നിൽക്കുകയാണെങ്കിലേ രാവിലെ നേരത്തെ നീച്ച എന്നിട്ട് നേരെ പാടത്തേക്ക് പോവുക. അപ്പൊ അവിടെ ഉണ്ടാവും ഇതിനേക്കാളും നല്ല അടിപൊളി കൊറ്റിക്കാലുകള്. ആ പാടത്തുള്ള കൊറ്റിന്റെ കാലുമല്ലേ കുറച്ച് ചോരെങ്കിലും ഉണ്ടാവും. ഈ കാലുമ ചോരയില്ല നീരുമില്ല. എന്നിട്ട് ഇത് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. എന്തൊരു ദരിദ്രവാസികളാണ് ഇതൊക്കെ. എന്നിട്ട് അതിന് ആരാധകരാത്രേ. ഇത് ആരാധകരല്ല, നല്ല ഒന്നാം തരം നരമ്പന്മാര് അങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള ആരാധകരില്ലേ ഈ ചെങ്ങായിമാർക്കേ ഒരു ഉണക്കച്ചുള്ളിക്കോലില്ലേ തുണി തയ്ച്ച കോലം കണ്ടാൽ മതി. അപ്പൊ പറയും സൂപ്പർ അടിപൊളി ചേച്ചി, ചേച്ചിന്റെ കാലാണ് രസം, മുടിയാണ് രസം, നഖാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള അപരാധികൾ കാരണമാണ് ഇവിടെ പീഡനം മറ്റുള്ള മറിച്ചൊക്കെ കൂടിയും കൊണ്ട് വരുന്നത്. ഇതൊന്നല്ല, ഈ നരമ്പന്മാരെ എത്ര അതപ്പതിച്ചുക്കണമെന്നേ ഈ വീഡിയോ കണ്ടാലറിയും. ഇത് അതൊന്നും കണ്ടോക്കി. ഫോട്ടോ അടിമേ? ഏതടിമ? ഏതൊരടിമേ കാലിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത്രേ. ആ അടിമേ വെറും അടിമല്ല, നല്ല ഒന്നാന്തരേ അടിമക്കണ്ണാണ്. അല്ല ചേച്ചി അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, തെറ്റിദ്ധരിക്കരുതേ. അല്ല ഈ അടിമകൾക്ക് എന്തിനാ ഈ കൊറ്റിക്കാലിന്റെ ഫോട്ടോ? ഞാൻ നോക്കിയപ്പോ അവരുടെ ഫ്രണ്ട് മറ്റേ ഡിസ്പ്ലേ അത് സ്ക്രീൻഷോട്ടും ഷോർട്ട് ഫിലിമും ഒന്നല്ല, വാൾപേപ്പർ ആക്കാന്.
ഏത് ദരിദ്രവാസിയാണെന്നാവോ ഇതൊക്കെ വാൾപേപ്പർ ആക്കണത്? അല്ല ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ല നിങ്ങൾ തന്നെ പറയും. അല്ല ഈ സുനക്ക് മാത്രമുള്ള ഈ കാല്, ബാക്കിയുള്ളവരൊക്കെ ഇരുമ്പ് വെച്ചിട്ടാണല്ലോ ഇങ്ങനെ നടക്കണത്. എന്നിട്ട് അതിനൊക്കെ ആരാധകര്. എന്റെ ശിവനെ, ഇതൊന്ന് കേൾക്കാൻ പറ്റാ. ഇനിയിപ്പോ അതുമല്ല, നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാത്രേ കാലിന്റെ വീഡിയോ ഇടുവോ, കാലിന്റെ വീഡിയോ ഇടുവോ എന്ന്. ആര്? ആരാധകൻ. അതൊന്നും ഉണ്ടോക്കി. എന്റെ കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്ത് ഇന്നുകൊണ്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ് അതൊക്കെ. കാലവിടെ നിക്കട്ടെ. എന്താ ഈ കാലിന്റെ അടിയില് കപ്പലോ? എന്തിനാ ചേച്ചി ഇത്? മുങ്ങാതിരിക്കാനാ? എന്തായാലും ചേച്ചി നടക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രണ്ട് കപ്പലും തമ്മിലേ കൂട്ടിമുട്ടും. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു അപകടം ഉണ്ടാക്കണേ? ടൈറ്റാനിക്കിന്റെ ക്ഷീണം തന്നെ എപ്പോഴും മാറിയിട്ടില്ല. അല്ലാന്നോ കാലും കപ്പലും? അല്ല നിങ്ങൾ തന്നെ പറയും, എന്താ ഈ കാലിന് ഇത്ര പ്രത്യേകത? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇതിന് വലിയ പ്രത്യേകത ഒന്നും ഞാൻ കാണില്ല. ഇതിന് പാകമുള്ള എന്താണെന്നറിയോ? കുറച്ച് ഉണങ്ങിക്കണു, അതന്നെ ഉള്ളൂ. എന്നിട്ട് ഇതിന്റെ എന്ത് വീഡിയോ എടുക്കുന്നതാണ് ഈ പറയണേ? എന്നിട്ട് പറയണേട്ടില്ലേ രണാസുന, ഞാൻ എൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടേ എന്തായാലും ഈ കാലിന്റെ വീഡിയോ ഇടും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനൊന്നും അധികം മെയിൻ ചെയ്യാതിരിക്കലാണ് പതിവ്. പക്ഷെ ഇത് പറ്റണില്ല. എന്താന്നാ പറയണേ? അഹങ്കാരം തലക്ക് പിടിച്ചിക്കാന്ന് പറയില്ലേ, അതന്നെ. ഇതിൻ്റെ ഒപ്പം കുറച്ച് കിഴങ്ങന്മാരും ഉണ്ട് ഇതിനൊക്കെ ഒത്താശ ചെയ്യാന്. അതിൻ്റെ ആ ഒരു ബലത്തിലാണ് ഇങ്ങനെ കളിച്ചു കൂട്ടുന്നത്. അതിന്റെ അഹങ്കാരമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടോക്കി. സബ്സ്റ്റേഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സബ്സ്റ്റേഷൻ എന്തുവാടാ? എന്തുവാ സംഭവം? സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റേഷൻ കാണും. അതാണ് നീ ഉദ്ദേശിക്കുന്നത്? സബ്സ്റ്റേഷൻ അതാണ് സബ്സ്റ്റേഷൻ എന്തുവാ സംഭവം? എനിക്ക് ഇത്രയും നാളത്തെ മീഡിയ ഫീൽഡ് നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. നിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല ആരപ്പ ഈ പറയണേ? വന്ദേ മാതരം എന്ന് പറയേണ്ടടുത്തേ വന്ദേ ഭാരതം എന്ന് പറഞ്ഞ ആളാണ്. അല്ല മാളെ, ഇപ്പൊ അടുത്തല്ലേ ഈ നാക്കുവടിയൊക്കെ തുടങ്ങിയത്? അതിന്റെ മുന്നേ എന്തൊക്കെ പറഞ്ഞേ അനക്കോർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടാവും ഈ സോഷ്യൽ മീഡിയയില്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ആകെ അറിയും സബ്സ്ക്രിപ്ഷൻ. അതില്ലാത്തൊരു കളിയില്ലല്ലോ. മറ്റേ തുണി അമ്മിയാക്കിയിട്ട് സംഭവാമി യുഗേ യുഗം അതിൽ കയറിയിട്ട് കോണത്തിലെ ഡാൻസും മറ്റേ സാമഗ്രികളൊക്കെ കാണിക്കലല്ലേ ഇപ്പത്തെ പണി. ഈ സുന മാത്രല്ല കുറെ എണ്ണം ഇറങ്ങിക്കണു ഈ ഒരു പേരും പറഞ്ഞിട്ട്. തുണിയും കമ്മിയാക്കിയിട്ട് നാണോ മാനല്ലാതെ അവനാന്റെ സ്വകാര്യ ഭാവങ്ങളൊക്കെ പരസ്യമായിട്ട് എല്ലാവർക്കും കാട്ടിക്കൊടുക്കണ ഒരു പരിപാടി. കാണിച്ചു കൊടുത്തോളി, നല്ലോണം കാണിച്ചു കൊടുത്തോളി. ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയ തന്നെയാണ്. ഒക്കെ ഈ വളവും തെളിവും ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പോയി കഴിഞ്ഞാലേ ഒരു പട്ടിന്റെ വിലയും കൂടി ഉണ്ടാവില്ല. അത് പല ആൾക്കാരെ ഈ മീഡിയയിൽ തന്നെ വന്നിട്ടേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിക്കണു. ഇപ്പൊ എത്രണ്ണ ഇറങ്ങിക്കണേ? നമുക്ക് ഓരോ വീഡിയോ ചെയ്യാൻ വയ്ക്കായിട്ടല്ല, പക്ഷെ ഓരോന്നും വീഡിയോ ഇതിൽ കൊടുന്നിടാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. അത്രക്ക് വൃത്തിയട്ട വീഡിയോകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നാണമാനല്ലാത്ത കൈതകള്, അങ്ങനെ തന്നെ പറയാം. ഇവരൊക്കെ കത്തിക്കലേ വൈകാതാണ്. ഇതിനൊക്കെ ഒരു അറുതി വരാനായിക്കണു. അപ്പൊ പോലെ എന്താ കാട്ടുക? റോട്ടിൽ ഇറങ്ങിയിട്ടേ തുണി അയച്ചാടി. അല്ല ഇവർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ, ഇതൊക്കെ തന്നെയല്ലോ അറിയാം. എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയൂ. എന്നിട്ട് ഇവരൊക്കെ പറയണേക്കണം ഞാനിപ്പോ ഒറ്റക്കാണ് ജീവിക്കണേ. എന്തൊറ്റക്കാണെങ്കിലേ അന്തസ്സായിട്ട് ജീവിക്കണം, അല്ലാതെ ഇങ്ങനെ സാമാനം കാണിച്ചിട്ടല്ല ജീവിക്കുക. അതിന് പറയണ പേരേ വേറെയാണ്. ഇവറ്റകളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഈ പണം കിട്ടലൊടത്തി കഴിഞ്ഞാലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ആ ഒരു ഗണത്തിലേ ഇവരൊക്കെ പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരൊന്നും അത്ര പുണ്യാളത്തികളൊന്നല്ല. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ട്. അപ്പൊ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ ഒരു പട്ടിന്റെ വിലയും കൂടി ഉണ്ടാവില്ല ഇങ്ങനെ ഈ തുണി അയച്ചാടുന്ന ആൾക്കാർക്ക്. എന്താലേ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞല്ലേ, എന്നിട്ട് ആര് കേൾക്കാൻ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മളെ രണാസുനന്റെ ഡാൻസ് ഒന്ന് കണ്ടാലോ? അതും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. അപ്പൊ എല്ലാവർക്കും വേണ്ടി കൂൾ ഡാൻസ് സുന്ദരി ഓൺ ദ സ്റ്റേജ്. ഹലോ അത് ഇതാണ് ഇപ്പൊ പരിപാടി. എല്ലാരും പോയിട്ടേ മറ്റേ 399 ചെയ്തോളി, എന്നിട്ട് ഇതൊക്കെ കണ്ടോളി. ഇത് മാത്രല്ല മറ്റേ എക്സ്ക്ലൂസീവ് ഉണ്ട്, വൈകിക്കാതെ എല്ലാരും പോയി കണ്ടോളി. അല്ലാന്ന് ഇതിന്റെയൊക്കെ പിന്നാലെ പോണ മനുഷ്യന്മാരൊരു അവസ്ഥയെ ഞാൻ ആലോചിക്കാണ്. വല്ലാത്ത ജാതി മനുഷ്യന്മാര്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒന്നും മഹിമ പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നൊന്നും തീരൂല. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.